കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ LDF ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് UDF. നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് LDF പറയുന്നത്. അവർ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിലും നടപ്പാക്കാത്ത കാര്യം കണ്ണൂരിൽ നടപ്പാക്കുമെന്ന് പറയുന്നത് തട്ടിപ്പാണെന്നും നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു. ഒട്ടേറെ വികസന പദ്ധതികളുമായി കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ UDF ഭരണ നേതൃത്വത്തെ വികലമാക്കാനുള്ള ശ്രമമാണ് LDF നടത്തുന്നതെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി കണ്ണൂർ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന പേരിൽ AI വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് LDF എന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. എക്സിബിറ്റ് ചെയ്തൊരു സംഭവം കാണിച്ചു CPM-ന്റെ ജില്ലാ സെക്രട്ടറി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ മീഡിയ പ്രവർത്തകർക്ക് അറിയാമല്ലോ, കോഴിക്കോട് കോർപ്പറേഷൻ ആരാ ഭരിച്ചത്? എത്ര കാലമായി ഭരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ഭരിക്കുന്നത്? അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതും, അതുപോലെ തന്നെ 5 വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും 4 വർഷമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരിച്ചിട്ടും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഒരു AI എക്സിബിഷനിലൂടെ ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ കണ്ണൂർ കോർപ്പറേഷനിലുള്ള ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് വിചാരിക്കണം. ഇത്തരം വീഡിയോകൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് ഏത് രീതിയിലാണ് നടപ്പാക്കുക എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൂടി ഇത് പ്രചരിപ്പിക്കുന്നവർക്കുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ 3.25 കൊല്ലം LDF ആണ് ഭരിച്ചത്. ഇവിടെ എന്ത് പദ്ധതികളാണ് നടപ്പാക്കിയതെന്ന് അവർ പറയണം. കണ്ണൂർ ഒഴികെ 5 കോർപ്പറേഷനിലും ഭരണം നടത്തുന്നതും LDF ആണ്. ഇത്തരത്തിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടപ്പാക്കിയെന്നും വീഡിയോ ഉണ്ടാക്കിയവർ പറയണം. ജില്ലയിലെ മറ്റ് നഗരസഭകളിൽ ഇത്തരം പദ്ധതികൾ എന്തെങ്കിലും നടപ്പാക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും UDF നേതാക്കൾ ചോദിച്ചു. കണ്ണൂരിൽ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നത് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് മുനിസിപ്പാലിറ്റി ആയിരുന്ന സമയത്ത് ഇന്ന് കണ്ണൂർ പട്ടണത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഉണ്ടായത് UDF-ന്റെ നേതൃത്വത്തിലാണ്. പഴയ ബസ് സ്റ്റാൻഡ്, BOT അടിസ്ഥാനത്തിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ ജവഹർ സ്റ്റേഡിയം, റെയിൽവേ മേൽപ്പാലം, ഇന്നിപ്പോൾ കണ്ണൂർ പട്ടണത്തിൽ എത്തിച്ചേരുന്ന ഏതൊരാൾക്കും കാണുന്ന എല്ലാ പുരോഗതിയുടെയും നേതൃത്വം വഹിച്ചത് മൺമറഞ്ഞുപോയ സമാദരണീയരായ UDF-ന്റെ നേതാക്കളാണ്. അഭിമാനകരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിലും മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനും പറഞ്ഞു. ഈ വികസന പദ്ധതികളിലൊക്കെ അഴിമതി ആരോപിക്കുക മാത്രമാണ് LDF ചെയ്തിട്ടുള്ളത്. എന്നാൽ കോർപ്പറേഷൻ ഭരണകാലത്ത് ഒരു വിജിലൻസ് കേസ് മാത്രമാണ് വന്നത്. അത് LDF ഭരണകാലത്ത് ഡെപ്യൂട്ടി മേയറായിരുന്ന PK രാഗേഷിന്റെ പേരിലാണ്. ഞങ്ങളെല്ലാവരും തുറന്ന മനസ്സോടെ പറയുന്നു, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. വിജിലൻസ് പോലീസ് കയ്യിലുണ്ട്. ഇവിടെ കേരളത്തിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ED-യെയും മറ്റും ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മൾ കേരളത്തിലെ വിജിലൻസിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം. അത് ഉപയോഗിച്ചിട്ടായാലും ഞങ്ങൾക്കെതിരെ അന്വേഷണം വരട്ടെ, സ്വാഗതം ചെയ്യുന്നു, നടപടി എടുക്കട്ടെ. പക്ഷെ അല്ലാതെ ജനങ്ങളുടെ മുൻപാകെ പുകമറ സൃഷ്ടിക്കരുത്. ഞങ്ങൾ ഈ ഭരണകാലയളവിൽ ഒരു വിജിലൻസ് കേസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിജിലൻസ് കേസ് അഴിമതിയുടേതാണ്. ആ വിജിലൻസ് കേസ് കണ്ണൂർ കോർപ്പറേഷൻ LDF-നോടൊപ്പം ഭരണം പങ്കിട്ട് ഡെപ്യൂട്ടി മേയറായിരുന്ന PK രാഗേഷിന്റെ പേരിലാണ് വിജിലൻസ് കേസെടുത്തത്. നിലവിലെ UDF ഭരണസമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ചതല്ലാതെ ഒരു പരാതി പോലും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇല്ലെന്നും മുസ്ലിം മഠത്തിലും ടി.ഒ. മോഹനും പറഞ്ഞു. തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരികയാണെന്നും മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.